ഈ അബ്ദുൽ ലത്തീഫ് കരിമ്പില ഒരു സാധനത്തിന് കേട്ടില്ലേ? മൂപ്പരെ ഇവിടെ വെച്ചിട്ട് സുലൈമാൻ സക്കാഫി ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു ചെറിയ ഡയലോഗ് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും കുറച്ചു മുമ്പ്. അപ്പോ അലവി സക്കാഫിന്റെ ചോദ്യം എന്താ ചോദ്യം എന്നറിയോ? ചോദ്യം അതാണ്, ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത്, മാതൃഭൂമി, മലയാള മനോരമ, മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത്? അപ്പോ വിവരല്ലേലോ. അതുകൊണ്ട് മൂപ്പര മറുപടി എന്തറിയോ? ഖുർആൻ വായിക്കലാണ് നല്ലത്. അച്ചോദ്യം എന്നോടാണ്, ഞാൻ എന്താ പറയോ? മാതൃഭൂമി വായിക്കലാണ് നല്ലത്. ക്ഷമിക്കണേ, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കാതെ എഴുന്നേറ്റ് പോരുത്. ബാക്കിയിട്ട് കേട്ടോ. മൂപ്പർക്ക് വിവരമുള്ളത് കൊണ്ടാ മൂപ്പരാ പറഞ്ഞത്. മറ്റേയാൾക്ക് വിവരമില്ലാത്തത് കൊണ്ട് ഖുർആൻ ഓതലാ നല്ലത് എന്ന് പറഞ്ഞു. ഇയാൾക്ക് വിവരമുണ്ട്, അതുകൊണ്ട് മൂപ്പർ പറയും മാതൃഭൂമി വായിക്കലാ നല്ലത്, ഖുർആൻ വായിക്കലല്ല, ഖുർആൻ ഓതലല്ല. എന്താ കാരണം കേട്ടോളൂ. ആ ചോദ്യം എന്നോടാണ്, ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത്. ആ ചോദ്യം എന്നോടാണ്, ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത്. എന്താ ഒരാൾ നമ്മളോട് ചോദിക്കാണ്, കക്കൂസിൽ ഖുർആൻ ഓതലാണോ നല്ലത്, മാതൃഭൂമി പത്രം വായിക്കലാണോ നല്ലത് എന്ന് ചോദിച്ചാൽ കരിമ്പിലാക്കൽ ചിലപ്പം പറയായിരിക്കും. നമ്മൾ കരിമ്പിലാക്കലല്ലോ അല്ലേ? നമ്മൾ ഈമാൻകുട്ടി മരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണോ? ഈമാൻകുട്ടി മരിക്കാൻ വേണ്ടിയില്ല ഓരോ പണി ചെയ്യുന്ന നോക്കികള്. എന്നിട്ട് പറയാം മനസ്സിലാക്കുക, നമ്മൾ പറയും ഖുർആൻ വായിക്കല് തെറ്റും, മാതൃഭൂമി വായിക്കല് കുഴപ്പമില്ല. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. കണ്ടോ? അപ്പൊ മരിച്ച വീട്ടിൽ കക്കൂസിലും വായിക്കും പോലെയാണ്. അപ്പൊ ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ച, മുസ്ലിം വരണ്ട, ഒരു മുജാഹിദ് മരിച്ച എന്നെ കക്കൂസ് പോലെയാണ് അപ്പൊ മുപ്പരാകത്തുക പറഞ്ഞത്. പിന്നെ അവിടെ ഖുർആൻ വായിക്കാൻ പറ്റൂല, മാതൃഭൂമിയെ വായിക്കാൻ പറ്റുള്ളൂ. ഇത്തരം മോശമാക്കണോ മുജാഹിദുകളെ? മുജാഹിദുകളെ സുന്നികൾ പറഞ്ഞാൽ പോലും ഇത്ര മോശമാക്കലില്ല. ഇയാൾ ഇത്ര മോശമാക്കിയിട്ട് അവതരിപ്പിക്കുന്നത് നോക്കിങ്ങള്. കക്കൂസ് പോലെ എത്ര മുജാഹിദുകൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓലൊക്കെ കക്കൂസ് പോലെയാണ്. എന്താ ഒരാൾ നമ്മളോട് ചോദിക്കാണ്, കക്കൂസിൽ ഖുർആൻ ഓതലാണോ നല്ലത്, മാതൃഭൂമി പത്രം വായിക്കലാണോ നല്ലത് എന്ന് ചോദിച്ചാൽ കരിമ്പിലാക്കൽ ചിലപ്പം പറയായിരിക്കും. നമ്മൾ കരിമ്പിലാക്കലല്ലോ അല്ലേ? നമ്മൾ ഈമാൻകുട്ടി മരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണോ? ഈമാൻകുട്ടി മരിക്കാൻ വേണ്ടിയില്ല ഓരോ പണി ചെയ്യുന്ന നോക്കികള്. എന്നിട്ട് ഈ അബ്ദുൽ ലത്തീഫ് കരിമ്പില ഒരു സാധനത്തിന് കേട്ടില്ലേ? മൂപ്പരെ ഇവിടെ വെച്ചിട്ട് സുലൈമാൻ സക്കാഫി ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു ചെറിയ ഡയലോഗ് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും കുറച്ചു മുമ്പ്. അപ്പോ അലവി സക്കാഫിന്റെ ചോദ്യം, മാതൃഭൂമി വായിക്കലാ നല്ലത്, ഖുർആൻ വായിക്കലല്ല, ഖുർആൻ ഓതലല്ല. എന്താ കാരണം കേട്ടോളൂ. ആ ചോദ്യം എന്നോടാണ്, ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത്. ആ ചോദ്യം എന്നോടാണ്, ഞാൻ പറയും മാതൃഭൂമി പത്രം വായിക്കലാണ് ഇവിടെ നല്ലത്. എന്താ ചോദ്യം എന്നറിയോ? ചോദ്യം അതാണ്, ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത്, മാതൃഭൂമി, മലയാള മനോരമ, മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത്? അപ്പോ വിവരല്ലേലോ. അതുകൊണ്ട് മൂപ്പര മറുപടി എന്തറിയോ? ഖുർആൻ വായിക്കലാണ് നല്ലത്. അച്ചോദ്യം എന്നോടാണ്, ഞാൻ എന്താ പറയോ? മാതൃഭൂമി വായിക്കലാണ് നല്ലത്. ക്ഷമിക്കണേ, ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കാതെ എഴുന്നേറ്റ് പോരുത്. ബാക്കിയിട്ട് കേട്ടോ. മൂപ്പർക്ക് വിവരമുള്ളത് കൊണ്ടാ മൂപ്പരാ പറഞ്ഞത്. മറ്റേയാൾക്ക് വിവരമില്ലാത്തത് കൊണ്ട് ഖുർആൻ ഓതലാ നല്ലത് എന്ന് പറഞ്ഞു. ഇയാൾക്ക് വിവരമുണ്ട്, അതുകൊണ്ട് മൂപ്പർ പറയും